എനിക്ക് എന്നോട് തന്നെ ഒരു ചെറിയ അസൂയ തോന്നാറുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇവിടം വരെ എത്താനായിട്ടുള്ള ഒരു ത്രാണി എനിക്കുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ പല പ്രാവശ്യം ഞാൻ എന്നോട് ചോദിക്കാറുള്ളതാണ്. പിന്നെ പല അവസരത്തിൽ വേറുള്ളവരും ചോദിക്കാറുണ്ട്. പക്ഷേ എന്നാലും ഞാനിങ്ങനെയൊക്കെ ആയേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനമാണ്, നിയോഗമാണ് എന്ന് എനിക്ക് തോന്നുന്നത്. സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ചെറുപ്പം മുതൽ സിനിമ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നതായിരുന്നു എൻ്റെ ഒരു ഹോബി. കാരണം അന്നൊക്കെ ഈ വലിയ നക്ഷത്രം, നാന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈവൻ വായിച്ചിട്ട് അല്ലെങ്കിൽ കൂടുതൽ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു അറിവുകൾ മാത്രമായിരുന്നു സിനിമയെ പറ്റി എനിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സിനിമയിൽ ആയിത്തീരണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് സിനിമയിൽ വരുവും കുറേ പടങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കുറേ അധികം സിനിമകൾ നിർമ്മിക്കാനായിട്ടും സാധിച്ചു. മാജിക് ഫ്രെയിംസ് എന്ന കമ്പനി അതിൻ്റെ പേരിട്ട് തരുന്നത് എൻ്റെ ആദ്യ സിനിമയുടെ തിരക്കഥാകൃത്ത് മിസ്റ്റർ ബോബി സഞ്ജയ് ആണ്. അപ്പോൾ തുടർന്നുള്ള ജീവിതത്തിൽ ഒരു 15 വർഷത്തെ സിനിമാ ജീവിതത്തിൽ നോക്കുമ്പോൾ ആ കമ്പനിയുടെ പേര് തന്നെ ഒരു അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് ഫുൾ മാജിക്കാണ്. കാരണം എന്നിലുള്ള ഒരു വലിയ പാഷനാണ് ഈ സിനിമയായിട്ട് റിലേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യിക്കുന്നത്. പലർക്കും ഇത് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ അത് ചെയ്യണമെന്നില്ല. ചിലവർക്ക് പേടിയായിരിക്കും, ചിലവർക്ക് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കണ്ടേ, ഇത് ഓവർ ഹെഡേക്ക് എടുക്കുന്നത് ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും. എനിക്ക് കുറച്ച് ഹെഡേക്കുകളൊക്കെ എടുക്കുന്ന ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ കാട്ടിയതുപോലെ തന്നെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റിയത്. തിയേറ്റർ വ്യവസായം തുടങ്ങുന്നത് തന്നെ കോവിഡ് സമയത്താണ്. അപ്പോൾ എല്ലാവരും തിയേറ്റർ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് തിയേറ്റർ തുടങ്ങിയത്. ഇന്ന് 10-40 തിയേറ്ററുകളോളം നടത്തുന്നുണ്ട്. അതായത് ഓണർഷിപ്പിലായിക്കോട്ടെ, ലീസിനായിക്കോട്ടെ. അപ്പം ഇതൊക്കെ ഒരു ആവേശമാണ്. അപ്പം നമ്മളൊരു സിനിമ നിർമ്മിക്കുന്നത്, ഒരു സിനിമ നിർമ്മിച്ച് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞ് അടുത്ത സിനിമ എടുക്കാം. പക്ഷേ നമ്മൾ 2, 3, 4 സിനിമകളൊക്കെ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ഈ ഏജിൽ കിട്ടുന്ന ഒരു എന്താ പറയുക, അതിന് ഒരു ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ് എന്നോട് ചെയ്യിപ്പിക്കുന്നത്. ഇന്നിപ്പം ഞാൻ എന്നെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റും. കുറച്ചൊരു 50 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ എനിക്കിതൊന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിക്കത്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളും ഓരോന്നിനോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറും. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ എങ്ങനെയാണോ സിനിമയിൽ വരാനായിട്ടൊക്കെ ഒത്തിരി പേരുടെ ഇങ്ങനെ പുറകെ നടന്നിട്ടുണ്ട്. വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ എന്തായിട്ട് വരണമെന്ന്